പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ രാമവിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ പുറത്തിരുന്ന് ഞങ്ങൾ കൈയടിക്കുന്നു. പാരമ്പര്യത്തെ ഇല്ലാതാക്കുന്നതിലല്ല മതനിരപേക്ഷ സർക്കാർ നിലകൊള്ളേണ്ടത്. ഒഡീഷയിലെ ജഗന്നാഥപുരിയിലുള്ള ഗോവർദ്ധന പീഠത്തിന്റെ ശങ്കരാചാര്യരായ സ്വാമി നിശ്ചലാനന്ദ സരസ്വതി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായ പ്രകടനം ഇന്ന് ഭാരതമാകെ ചർച്ചയാണ്. മതനിരപേക്ഷതയും മതേതരത്വവും ഒക്കെ പറയുന്ന പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കൾക്ക് പോലും അയോധ്യയിൽ നരേന്ദ്രമോദി രാംലല്ല വിഗ്രഹം സമർപ്പിക്കുന്നത് ചിന്തിക്കാൻ പോലുമാകുന്നില്ല. എന്തിനേറെ മാധ്യമങ്ങൾക്ക് പോലും ആചാര്യന്മാർക്ക് പകരമായി നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതിഷ്ഠാകർമ്മം നടത്തുന്നതിൽ വിയോജിപ്പാണ്. ഇതിനെല്ലാം ഒരേ ഒരു കാരണമേയുള്ളൂ, നരേന്ദ്രമോദി ബ്രാഹ്മണനല്ല. OBC വിഭാഗത്തിൽപ്പെടുന്ന നരേന്ദ്രമോദി അവിടെ പ്രതിഷ്ഠ നടത്തിയാൽ അത് ഉന്നത കുലജാതരായ സന്യാസി വര്യന്മാർക്ക് ക്ഷീണമാകുന്നതും പ്രധാനമന്ത്രിയുടെ സാമുദായിക പിന്നാമ്പുറം കൊണ്ട് തന്നെ. രാജ്യത്തിൻ്റെ അഭിമാനമായ ഒരു കർമ്മം നടക്കുമ്പോൾ നല്ല മനസ്സുള്ള, നല്ല പ്രവൃത്തി ചെയ്യുന്ന, ജനഹിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ആ കർമ്മം ചെയ്യാൻ ഏറ്റവും യോഗ്യൻ. അങ്ങനെ നോക്കുമ്പോൾ അയോധ്യയിലേക്ക് ദീർഘകാലത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ മടങ്ങിയെത്തുമ്പോൾ അവിടെ സാന്നിധ്യമാകേണ്ടത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെയാണ്. ജാതീയമായ വേർതിരിവിനപ്പുറം OBC വിഭാഗത്തിൽ നിന്ന് വരുന്ന നരേന്ദ്രമോദി അയോധ്യയിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആ ഒരു മാറ്റത്തെ സഹർഷം സ്വീകരിക്കുക എന്നതിനപ്പുറം അതിനെ എതിർക്കുന്നവരാണ് വർഗീയവാദികൾ എന്ന പദത്തിന് ഏറ്റവും അനുയോജ്യരെന്ന് പറയാതെ വയ്യ. അധസ്ഥിത ജനവിഭാഗത്തിന് ക്ഷേത്രപ്രവേശനം അനുവദനീയമല്ലാതിരുന്ന കാലത്ത് അവർക്കും പ്രാർത്ഥിക്കാനൊരു ക്ഷേത്രം വേണമെന്ന ആവശ്യത്തിന് 1888 അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി ഈഴവനായ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ വിപ്ലവകരമായ മാതൃകകൾ മുന്നിലുള്ളപ്പോൾ നരേന്ദ്രമോദി പ്രതിഷ്ഠ നടത്തുന്നത് അംഗീകരിക്കാനാവില്ലത്രേ. ഒരിക്കലും നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ശ്രീനാരായണ ഗുരു എന്ന സന്യാസ ശ്രേഷ്ഠനുമായി ഒരു തരത്തിലും ഉപമിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും അന്ന് ശ്രീനാരായണ ഗുരു അവർണർക്ക് വേണ്ടി നടത്തിയ വിഗ്രഹ പ്രതിഷ്ഠയെ ചോദ്യം ചെയ്ത സവർണ മനോഭാവം തന്നെയാണ് ഇന്നും ഈ സമൂഹത്തിൽ അവശേഷിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അന്ന് ഗുരു നടത്തിയ പ്രതിഷ്ഠയെ ചോദ്യം ചെയ്യാനെത്തിയ സവർണ മേധാവികളോട് ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു മറുപടിയുണ്ട്: നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. അധകൃത ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിന് നാന്ദി കുറിച്ച മുഖ്യ സംഭവങ്ങളിൽ ഒന്നായിരുന്ന അരുവിപ്പുറം സംഭവം നടന്നിട്ട് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും നാം അന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ ആ മൂല്യങ്ങളിൽ നിന്ന് പിന്നോട്ട് നടക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഉദാഹരണം തന്നെയാണ് പിന്നോക്ക സമുദായക്കാരനായ നരേന്ദ്രമോദി വിഗ്രഹ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ വരേണ്യവർഗത്തിൽപ്പെടുന്ന ആചാര്യന്മാർക്ക് ഉണ്ടാകുന്ന ഈ അസഹിഷ്ണുത. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ദൈവം എല്ലാ മനുഷ്യരെയുമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങൾ കുത്തകയാക്കി വെച്ചിരിക്കുന്ന വേദതന്ത്ര കർമ്മങ്ങൾ നാളെ അവർണരായ മനുഷ്യരും ചെയ്തേക്കുമെന്ന ഭയം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശലക്ഷ്യം. എന്തായാലും ജനുവരി 22 അയോധ്യയിലേക്ക് ശ്രീരാമചന്ദ്രൻ തിരികെ എത്തുമ്പോൾ അത് ഒരു മാറ്റം തന്നെയാണ്. വിഗ്രഹപ്രതിഷ്ഠയും തന്ത്രകർമ്മങ്ങളും ഒരു ജനവിഭാഗത്തിനും അന്യമല്ല. അതെല്ലാം ചെയ്യാൻ ആർക്കും സാധിക്കുമെന്ന് അടിവരയിടുകയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. ഇതിനൊപ്പം തന്നെ പറഞ്ഞു കേട്ടതാണ്, അയോധ്യയിൽ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും മറ്റ് പ്രധാന BJP നേതാക്കളെല്ലാം വേദിയിലെത്തുമ്പോൾ എന്തുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു അവിടെ എത്തുന്നില്ല? ഗോത്രവിഭാഗത്തിൽ നിന്ന് ഒരു വനിതയെ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തിച്ച ഒരു പ്രസ്ഥാനമാണ് BJP. ആ BJPക്ക് എന്തുകൊണ്ട് ആ വനിതയെ ഒരു പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നില്ല? ഇക്കഴിഞ്ഞ ദിവസം ആ ആരോപണങ്ങളെയൊക്കെ മുന്നോടിക്കാൻ BJP എന്ന പ്രസ്ഥാനത്തിന് അധികം കാത്തിരിപ്പൊന്നും വേണ്ടി വന്നില്ല എന്നതാണ് സത്യം. ജനുവരി 22 അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ആ വേദി അലങ്കരിക്കാൻ ഇന്ത്യയുടെ പ്രഥമ വനിതയും ഉണ്ടാകും എന്നത് അഭിമാനകരം തന്നെയാണ്. അങ്ങനെ വിപ്ലവകരമായ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് BJP അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് കോപ്പുകൂട്ടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇതിലും മോശമായ, ഇതിലും നിന്ദ്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതിൽ സംശയമേതുമില്ല.